പൂക്കോട് വെറ്റിനറി കോളേജ് ഹോസ്റ്റലിലെ SFIയുടെ ഇടിമുറികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജനം TV. ഹോസ്റ്റൽ കോംപ്ലക്സിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ SFI നേതാക്കൾ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണ നടത്തിയതും നഗ്നനാക്കി മർദ്ദിച്ചതും. ഇതേ ഹോസ്റ്റലിൽ വെച്ചാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സാക്ഷിയാക്കിയായിരുന്നു 3 ദിവസം നീണ്ട ക്രൂര പീഡനങ്ങൾ. ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്നും പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനമുറകൾ അരങ്ങേറിയ ഹോസ്റ്റലിലാണ് ഇപ്പോൾ പ്രജിത്ത് നിൽക്കുന്നത്. അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകൾ പ്രജിത്ത് കഴിഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. SFIയുടെ ഒരു വിളയാട്ടം തന്നെയാണ് അവിടെ. അത്തരത്തിലായിരുന്നു ആ ഹോസ്റ്റൽ മുറികളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇടിമുറി വരെ ഉണ്ടായിരുന്നു. പരസ്യ വിചാരണ നടത്തിയിരുന്നു. പല കുട്ടികൾക്കും ഇതിന് മുൻപും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഭയന്നു മാത്രമാണിത് പുറത്തു പറയാൻ മടിച്ചത്. സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ആ ജീവൻ നഷ്ടമായതുകൊണ്ടാണ് സമൂഹം ഇതറിയാനിടയായത്. രോഹിണി, നമ്മൾ ഇപ്പോൾ ആ ഹോസ്റ്റലിന് പുറത്താണുള്ളത്. കാരണം നേരത്തെ ഇവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഹോസ്റ്റൽ മുറികളിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഹോസ്റ്റൽ മുറികളിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അവർ ആ മുറികളിലേക്ക് വസ്ത്രം മാറുകയും ഒക്കെയാണ്. മാത്രമല്ല അത്ര അനുകൂല നിലപാടല്ല നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ഭാഗം വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഈ വിഷയം ഇത്രയും വഷളാക്കിയത് മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോളേജിൻ്റെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടുണ്ട്. 98 അതിലേക്കും വിദ്യാർത്ഥികളുടെ മൊഴിയെ അടിസ്ഥാനമാക്കി അവർ പുറത്തിറക്കിയ റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് വിദ്യാർത്ഥികൾ ഈ പ്രതിനിധിയിലുള്ള SFI പ്രവർത്തകരടക്കമുള്ളവർ സംഘം ചേർന്ന് ഇയാളെ സിദ്ധാർത്ഥിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഈടാക്കുകയും നഗ്നനാക്കി മർദ്ദിക്കുകയും ചെയ്തു എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് അത്രയധികം നേരിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഇവിടുത്തെ സാഹചര്യം അത്ര അനുകൂലമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. മാധ്യമപ്രവർത്തകരോടൊക്കെ ചെറിയ രീതിയിലേക്കൊക്കെ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ കുറച്ച് വൈകാരികമായൊക്കെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. അവർ പറയുന്നത് ഇവിടുത്തെ വിഷയങ്ങൾ മാധ്യമങ്ങളാണ് ഈ രീതിയിൽ വഷളാക്കിയത്, ഇവിടെ അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ സിദ്ധാർത്ഥിനെ അത്രയധികം ക്രൂരമായി മർദ്ദിച്ചിട്ടില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 2 മുതൽ 3 ദിവസം വരെ പഴക്കമുള്ള മുറിവുകൾ ആ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് മർദ്ദനമേറ്റതാണ് എന്നുള്ള കാര്യവും കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് അത്ര വലിയ ക്രൂരമായ മർദ്ദനമൊന്നും ഏറ്റിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല പക്ഷേ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിൽ ഒരാൾ SFI പ്രവർത്തകനാണ്, മറ്റൊരാൾ MSFകാരനാണെന്ന് പറയുന്നു. അങ്ങനെ മറ്റ് ഈ കോളേജിൻ്റെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിട്ട റിപ്പോർട്ടിന് വിരുദ്ധമായിട്ടാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നത്. പക്ഷേ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു 98 വിദ്യാർത്ഥികളെ മൊഴിയെടുത്ത ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട് എന്ന് അധികൃതർ അവകാശപ്പെടുന്ന റിപ്പോർട്ടിൽ പറയുന്നു കൃത്യമായി ആൾക്കൂട്ട വിചാരണ നടന്നു, കുട്ടിയെ നഗ്നനാക്കി മർദ്ദിച്ചു, ഹോസ്റ്റലിലെ 21 നമ്പർ മുറിയിൽ ഡോർമെട്രിക്കുള്ളിൽ, പിന്നീട് ഹോസ്റ്റലിലെ നടുത്തളത്തിൽ മർദ്ദിച്ചു എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൽ ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് പറഞ്ഞതുപോലെ അങ്ങേറ്റം ക്രൂരമായ മർദ്ദന മുറകൾ തന്നെയാണ് അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത്. SFIയുടെ ഇടിമുറികൾ തന്നെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹോസ്റ്റൽ കോംപ്ലക്സിൽ വെച്ച് തന്നെയാണ് സിദ്ധാർത്ഥനെ SFI നേതാക്കൾ അതിക്രൂരമായി ആൾക്കൂട്ട വിചാരണ നടത്തിയതും നഗ്നനാക്കി മർദ്ദിച്ചതും. അതിന് സാക്ഷിയാകാൻ മറ്റ് കുട്ടികളെ പ്രേരിപ്പിച്ചു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം അവരെയൊക്കെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇവർക്കൊക്കെ മുന്നിൽ നിർത്തിയാണ് ഇത്തരത്തിൽ സിദ്ധാർത്ഥനെ അതിക്രൂരമായി മർദ്ദിച്ചത്. പ്രജിത്തിലേക്ക് വീണ്ടും പോകുന്നു. പ്രജിത്ത്, അവിടെയുള്ള വിദ്യാർത്ഥികൾ നേരത്തെ പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതികരണം നൽകാനുള്ള സ്വാഭാവികമായ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. കാരണം അവർക്ക് ഭയമാണ്. ഒന്നുകിൽ അവർ SFI അനുഭാവികളാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരാരും തന്നെ ശബ്ദമുയർത്തില്ല. കാരണം പിന്നീട് തങ്ങൾക്കും ഇതേ ഗതി വരും എന്നുള്ള ഭയമുണ്ട്. അതുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് അവർ ഒരുപക്ഷെ കയർക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മാധ്യമപ്രവർത്തകരാണ് ഇത് വളച്ചൊടിച്ചത് എന്നുള്ള വ്യാഖ്യാനങ്ങളിലെത്താം. അതൊക്കെ ശരിയാണ്. പക്ഷേ പലരും രഹസ്യമായി തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥ് അതിക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനും ഇരയായിരുന്നുവെന്ന്. അത് സിദ്ധാർത്ഥിന്റെ അച്ഛനോട് തന്നെ അവർ പങ്കുവയ്ക്കുകയുമുണ്ടായി. എന്തായാലും ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഡിബാർ ചെയ്തതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയത്. എന്തായാലും ഇനിയുള്ളത് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ്. ശാസ്ത്രീയ തെളിവുകൾ പോലീസിന് ശേഖരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കോടതിയിലെത്തുമ്പോൾ ഏതു രീതിയിലായിരിക്കണം നേരിടേണ്ടത് എന്നുള്ളതും അറിയേണ്ട കാര്യം തന്നെയാണ്. ഇനി കൃത്യമായ അന്വേഷണം നടക്കുകയാണ് രോഹിണി ഇതിൽ വേണ്ടത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് 3 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. പത്തനംതിട്ട അടൂർ സ്വദേശിയായ അജയ്, കൊല്ലം പറവൂർ സ്വദേശി അൽത്താഫ്, കൊല്ലം കിഴക്കുഭാഗം സ്വദേശി RS കാശിനാഥൻ എന്നിവരാണ് ഇന്ന് പിടിയിലുണ്ടായിട്ടുള്ള. ഈ കാശിനാഥനൊക്കെ ഈ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച ആളുകൾ എന്ന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള കണ്ടെത്തിയിട്ടുള്ളതാണ്, കുടുംബമടക്കം ആരോപിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ പിടിയിലായ 6 പേരെ കൂടി കസ്റ്റഡിയിലേക്ക് പോലീസ് വാങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശികളായ റൈഹാൻ,
ബിനോയ്, SD ആകാശ്, RD ശ്രീഹരി, ഇടുക്കി സ്വദേശി S അഭിഷേക്, ഡോൺസ് ഡായ്, വയനാട് ബത്തേരി സ്വദേശി ബിൽഗേറ്റ്സ് ജോഷുവ തുടങ്ങിയവരെ തിങ്കളാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വലിയ വീഴ്ചകൾ ഈ അന്വേഷണത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രതികളെയും ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അതിലൊക്കെ എത്രത്തോളം നടപടികൾ വേഗത്തിൽ പോകുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും ശക്തമാവുകയാണ്. അതിനിടയിലാണ് ഗവർണറുടെ അടക്കം ഇടപെടലുകൾ വന്നിരിക്കുന്നത്, VC-യുടെ അടക്കമുള്ള സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കും. എന്തായാലും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ വരുത്തിയ വീഴ്ചകളുടെ പുറത്ത് ആ വീഴ്ചകൾ ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസിന് മേൽ വലിയ സമ്മർദ്ദം ഇപ്പോൾ ഈ കേസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതുതായി കേസിൽ പ്രതികൾ പിടിയിലാകുന്നത്. പക്ഷേ ഒരു പരിധിവരെയെങ്കിലും ചില പ്രതികൾക്കൊക്കെ കീഴടങ്ങാനുള്ള അവസരമൊക്കെ പോലീസ് ഒരുക്കി നൽകിയെന്നുള്ള ആരോപണങ്ങളും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ക്യാമ്പസിൽ നേരത്തെ ഈ ഹോസ്റ്റലിനകത്ത് പ്രവേശിച്ചതാണ്. പോലീസിൻ്റെ റിപ്പോർട്ടും അതുപോലെ തന്നെ കോളേജിലെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ കണ്ടെത്തലുകളും പറയുന്നതനുസരിച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതായി പറയുന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണിക്കാൻ കഴിയുന്നുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ നേരത്തെ പകർത്തിയ ദൃശ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ 21-ാം നമ്പർ ഇടിമുറി എന്ന ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പറയുന്ന 21-ാം നമ്പർ മുറിയുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോസ്റ്റലിലെ ബാത്റൂം, അവിടെ മർദ്ദനമേറ്റ ഡോർമെട്രി, അതോടൊപ്പം നടുത്തളത്തിൽ നഗ്നനാക്കി മർദ്ദിച്ചു എന്ന് 98 വിദ്യാർത്ഥികൾ മൊഴി നൽകിയതായി പറയുന്ന ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടായി പറയുന്ന നടുത്തളം എന്നിവയെല്ലാം ദൃശ്യങ്ങളായി നമ്മൾ പകർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെയുള്ള വിദ്യാർത്ഥികൾ അവരുടെ ദൃശ്യങ്ങൾ എടുക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു മാധ്യമങ്ങൾക്ക് അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല ഇവിടെയുള്ളത് എന്നൊരു പ്രശ്നവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. രോഹിണി. ശരി പ്രജിത്ത്, അതോടൊപ്പം ഇനി അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ 14 പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പോലീസ് പറയുമ്പോഴും സിദ്ധാർത്ഥിന്റെ അച്ഛൻ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് സംതൃപ്തിയുണ്ട്, സന്തോഷമല്ല, കാരണം ഈ അവസരത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയില്ല, പക്ഷേ തൃപ്തിയുണ്ട് അന്വേഷണത്തിൽ എന്നാണ്. ഈ കാര്യത്തിൽ സമൂഹ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ പ്രതിഷേധ സ്വരം ഉയർത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇനി അത്രത്തോളം സുഗമമാവുകയല്ല. കാരണം ഈ പ്രതികളെ പിടികൂടുന്നതിന് മുൻപ് വരെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്നു. കോളേജ് അധികൃതരും അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. നമുക്കറിയാം സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ. അതിന് തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടി കോളേജ് അധികൃതർ യോഗം കൂടുക വരെ ചെയ്തു. എന്തായാലും ഇനി ശക്തമായ ഇടപെടൽ തന്നെ ഉണ്ടാകും പോലീസിന്റെ ഭാഗത്തുനിന്നും. കാരണം ചാൻസലർ തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്, VC-യെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡീനിനെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യങ്ങൾ പല വിദ്യാർത്ഥി സംഘടനകളും ഉന്നയിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇനി ശക്തമായ ഒരു അന്വേഷണം തന്നെയാകും ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുക എന്ന് തന്നെയല്ലേ അനുമാനിക്കേണ്ടത്? അത്തരത്തിൽ അങ്ങനെയാണ് തന്നെയാണ് നമ്മളിപ്പോൾ കരുതേണ്ടത്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ സിദ്ധാർത്ഥിന് മർദ്ദനമേറ്റ ഈ സ്ഥലത്ത് നിന്നും കുറച്ചകലെ മാത്രമാണ് ഡീനിൻ്റെ ഓഫീസുള്ളത്. അപ്പോൾ ഇത്രയും അടുത്ത് ഹോസ്റ്റലിനടുത്ത ഓഫീസ് ഉണ്ടായിട്ട് പോലും ഡീൻ ഈ വിഷയങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള ചോദ്യം ആദ്യഘട്ടത്തിൽ തുടരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ ഇത് ഡീനിനും കൂടി അറിവുള്ള കൊലപാതകമാണ് എന്ന രീതിയിലാണ് അവർ ആരോപണം നടത്തുന്നത്. പ്രത്യേകിച്ച് BJP, യുവമോർച്ച, കോൺഗ്രസ്, KSU തുടങ്ങിയിട്ടുള്ള എല്ലാ സംഘടനകളും ആ രീതിയിൽ തന്നെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അല്പം മുൻപ് കോൺഗ്രസിൻ്റെ ചില MLA-മാരടക്കം ഇവിടെ ഈ ഹോസ്റ്റൽ മുറിയിൽ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. ആ സമയത്ത് വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, സന്ദർശനം നടത്തിയിരുന്നു. അവരും കൃത്യമായി ആരോപിച്ചത് ഇത് ഒരു കൊലപാതകമാണ് എന്ന രീതിയിൽ തന്നെയാണ്. ആ രീതിയിലാണ് പ്രതിപക്ഷ സംഘടനകളെല്ലാം ആരോപണം ഉന്നയിക്കുന്നത്, കുടുംബവും ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം ഇവിടെ സജീവമായി നിലനിൽപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടുതൽ സജീവമാക്കാതെ പോലീസിന് നിലവിൽ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് അത്രയധികം വലിയ സമ്മർദ്ദം പോലീസിന് മേലുണ്ട്. ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നേരിട്ടുള്ള ഇടപെടൽ വന്നതോടുകൂടി അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി V മുരളീധരൻ അടക്കമുള്ള ഒരു വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഴ്ചകളൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങളിലൂടെയൊക്കെ അത് പറഞ്ഞിരുന്നു. മാധ്യമങ്ങളെയൊക്കെ കണ്ട് കൃത്യമായി എന്ത് അന്വേഷണത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരം ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള ഈ വിഷയത്തിലുണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ, സജീവമായ രാഷ്ട്രീയ ശ്രദ്ധ, ഇതെല്ലാം പോലീസിന് മുകളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് ഈ മുഴുവൻ പ്രതികളെയും പിടികൂടുക എന്നുള്ള ഒരു രീതിയിലേക്ക് പോലീസ് പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന 18 പേരാണ്. ആ 18 പേരെയും പിടികൂടുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഇനിയുള്ള പ്രധാന ഇത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിലെ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് പോലീസ്. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ, അതെല്ലാം പോലീസിൻ്റെ അന്വേഷണത്തിൽ നിർണായകമാകും. ആ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നടത്തിയിട്ടുള്ള എൻക്വയറി 98 വിദ്യാർത്ഥികളുടെ മൊഴി എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിൽ നിർണായകമാണ്. അതിനനുസരിച്ചുള്ള ആ വിദ്യാർത്ഥികളെയൊക്കെ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പോലീസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ 14 പേരാണ് പോലീസ് ഈ കേസിൽ ഇതുവരെ പിടികൂടിയിരിക്കുന്നത്. ഈ 4 പേർ കൂടി പിടിയിലാകാറുണ്ട്. അതായത് ആദ്യത്തെ പ്രതിപട്ടിക അനുസരിച്ച് 18 പേരിൽ. പക്ഷേ അവിടെയും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 31 പേർക്കെതിരെയാണ്
പിന്നാലെയാണ് മൊത്തത്തിൽ ക്യാമ്പസിൽ നിന്നും നടപടി വന്നിരിക്കുന്നത്. 19 പേർക്ക് എതിരെ 3 വർഷം പൂർണ്ണമായി വിലക്കേർപ്പെടുന്ന രീതിയിലേക്ക് ഉള്ള നടപടി, 12ഓളം പേർക്ക് 1 വർഷത്തേക്കുള്ള വിലക്ക് എന്ന രീതിയിലുള്ള നടപടികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി ആരെയെങ്കിലും കൂടുതലായി ഈ കേസിൽ പ്രതിപട്ടികയിൽ ചേർക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രതികരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25ഓളം പേർ ഈ കേസിൽ പ്രതികളായിരിക്കാം, അല്ലെങ്കിൽ ആകാം, അതിലും മുകളിലേക്ക് ചിലപ്പോൾ പ്രതികളുടെ എണ്ണമൊക്കെ പോകാം എന്നുള്ള ആ ഒരു മറുപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള കൂടുതൽ ആളുകളെയൊക്കെ പ്രതി ചേർക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഈ അന്വേഷണം കൂടുതൽ സജീവമാകും. എന്തായാലും അധികം വൈകാതെ ഈ വിഷയത്തിൽ കൃത്യമായി നടപടികൾ മുന്നോട്ട് പോകുമെന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അതെല്ലാം കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രത്യേകിച്ച് ആരോപണം ഉയർന്നിരിക്കുന്നത് SFI നേതാക്കൾക്കെതിരെയാണ് എന്നുള്ളതുകൊണ്ട്. ശരി പ്രജിത്ത്, ഇനി കാര്യക്ഷമമായ ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ളതിൽ തന്നെയാണ് പ്രതീക്ഷ. കൃത്യമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. യാതൊരു രാഷ്ട്രീയ സ്വാധീനത്തിനും പോലീസ് വഴങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ കൃത്യമായി സിദ്ധാർത്ഥിനെ മരണത്തിലേക്ക് നയിച്ച പ്രതികളെ പിടികൂടാനും ശിക്ഷിക്കാനും കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രജിത്ത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.